ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളെ പാടത്തെ പറമ്പിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് മാങ്ങ വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല പാകമായിട്ട് പൊട്ടിക്കാൻ പാകമായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, മില നോക്കിക്കണല്ലേ. ഇതാണ് നമ്മളെ മാങ്ങ. ഇത് ഏത് വെറൈറ്റി മാങ്ങയാണെന്ന് എനിക്കറിയില്ല. ഇത് മണ്ണുത്തി നഴ്സറിയിൽ നിന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഏത് വെറൈറ്റി ആണെന്നറിയില്ല. കുറേ മാങ്ങകൾ ഇതേപോലെ വീണ് കിടക്കുന്നുണ്ട്. പഴുത്തതാണ്, പക്ഷേ കേട് വന്നതാണ്. ഭയങ്കര സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്, ഉള്ളിൽ പുഴുവാണ്. അപ്പോൾ വീണ് ഇതൊന്നും കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ നമ്മളെന്ത് ചെയ്തു, അത് പൊട്ടിച്ച് പഴുപ്പിക്കാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ അത് മിലമി പൊട്ടിച്ചിട്ട് എല്ലാം സെറ്റായിരിക്കും. അതാണ്ടോ, ഇതാ മിലം പൊട്ടിക്കുകയാണ്. ഒരു മാങ്ങ ഏകദേശം ഒരു 3/4 കിലോ അതിൻ്റെ അടുത്തുണ്ടാവും. കണ്ട, അവൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല മാങ്ങ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്തായാലും ഇനി ടേസ്റ്റിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല. ടേസ്റ്റ് നമുക്ക് പ്രാവശ്യം നമ്മൾ പൊട്ടിച്ച് കഴിക്കുന്ന വീഡിയോസ് ഇടാം, ടേസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയാണ്. മിലൻ എത്തില്ല തോന്നുന്നുണ്ട് മേലേക്ക്. അതാകട്ടെ, കുറേ എണ്ണം മാങ്ങകൾ നമ്മൾ പൊട്ടിക്കാതെ നേരം വൈകിയാരനെ വീണ് നാശമായിപ്പോയി. ഈ മാങ്ങ ഉണ്ട്, കണ്ടോ. എല്ലാം നല്ല മൂത്ത് പഴുക്കാറായ മാങ്ങകളാണ് പൊട്ടിക്കുന്നത്. എല്ലാം പൊട്ടിക്കാം, മുഴുവൻ എല്ലാം നിർത്തുന്നില്ല. ഞാൻ അവിടെ എല്ലാം കേടുവന്ന് പോണ കാരണം നമ്മൾ പൊട്ടിച്ച് എടുത്ത് വയ്ക്കുക. കണ്ടില്ലേ, ഈ മാങ്ങ കണ്ടില്ലേ, കേട് വന്നിട്ടുണ്ട്. അത് സൈഡിൽ ചീഞ്ഞ് പോയിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊരു മാങ്ങ കേടുവന്ന് പോകാറുണ്ട്, സങ്കടമുള്ള കാര്യമാണ്. ഒരു മാങ്ങ എന്ന് പറഞ്ഞാൽ ഒരു 1.5 മാങ്ങ വരും. ആറ് മാങ്ങയായിപ്പോൾ. നമുക്ക് ഇത് അവിടെ ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞാൽ ലാസ്റ്റ് മാങ്ങേണ്ടത്. അപ്പോൾ ഇത്ര മാങ്ങകളാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. 7 മാങ്ങകളുണ്ട്. നമ്മൾ ഇതാണ്ട, ഈ ഒരു തൈയിൽ നിന്നാണ് നമുക്ക് അത്രയും വലിയ മാങ്ങകൾ കിട്ടിയത്. ഒരു 5 വർഷം പ്രായമായിട്ടുള്ള മാവാണ്. ചെറിയ തൈ കൊടുന്ന് വെച്ചതാണ്. അപ്പോൾ ഏത് വെറൈറ്റി ആണെന്നറിയില്ല, അതാണ് പ്രശ്നം. എല്ലാ മാങ്ങയും കൊണ്ടുവന്ന് വെച്ച്, പക്ഷേ ഏത് വെറൈറ്റിയാണ് എന്താണെന്നൊന്നും അന്നൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് ഇതൊരു വെറൈറ്റിയാണ്. അത് നല്ല നീണ്ട് നല്ല വലിപ്പമുള്ള മാങ്ങ തന്നെയാണ് അതും. അത് പൊട്ടിക്കുന്ന വിടാൻ നമുക്ക് വേറൊരു അവസരത്തിൽ വിടാം. ഓക്കെ, അപ്പോൾ വേറെയും 1-2 ഐറ്റം മാങ്ങകൾ നമ്മുടെ തോട്ടത്തിലുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ താങ്ക് യു.